ഇവിടെ 2 തലയുള്ള രാക്ഷസൻ അലർ വിളിക്കാണ്. എന്താന്ന് വെച്ചാൽ ഒരാള് ഒരു ഭീകര രാക്ഷസന്റെ മുഖത്തിലെ കവചം മാറ്റിയിട്ട് ഒരു വലിയ തേനീച്ച കൂടെടുത്തോണ്ട് വരാണ്. നോക്കുമ്പോ രാക്ഷസൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു പയ്യ ആ തേനീച്ചക്കൂട് രാക്ഷസന്റെ മുഖത്ത് വെച്ച് മൂടിയിട്ട് അവിടെ നോടിപ്പോവാണ്. എന്നിട്ടൊരു കല്ലിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് രാക്ഷസൻ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുന്നു. എന്നാൽ രാക്ഷസൻ ഒരു റിയാക്ഷനും ഇല്ലാതെ ശാന്തമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് രാക്ഷസൻ ഉറക്കത്തിൽ നിന്നിട്ട് തലക്കവചത്തിലിട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണ് കാണാതെ തേനീച്ചയുടെ കടിയും കൊണ്ട് അടുത്ത് കിടന്ന കുഴിയിൽ ചവിട്ടി തറയിലേക്ക് വീഴാണ് രാക്ഷസൻ. ശേഷം വളരെ പാടുപെട്ടെണീറ്റ് തലക്കവചം ഊരിയെടുത്തിട്ട് തേനീച്ചകളെ തുരത്തുന്നു. പക്ഷെ ഒരു തേനീച്ച മാത്രം പോകാതെ രാക്ഷസന്റെ മൂക്കിൽ കയറാൻ പോയതും പേടിച്ച രാക്ഷസൻ മലയുടെ മുകളിൽ നിന്ന് താഴെ വീഴാണ്. അപ്പൊ ആ രാക്ഷസൻ താമസിച്ചിരുന്നത് ഭൂതലോകത്താണ്. പക്ഷെ അവിടെ നിന്ന് അവൻ മനുഷ്യർ ജീവിക്കുന്ന ലോകത്താണ് വന്ന് വീണത്. അപ്പൊ ആ വലിയ ശബ്ദം കേട്ട് രാജാവ് എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തു വന്ന് നോക്കിയതും ഒരു രാക്ഷസൻ വെളിയിൽ മരിച്ചു കിടക്കുന്നു. അപ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള രാക്ഷസന്മാര് ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം അയാൾക്ക് മനസ്സിലായത്. അങ്ങനെ രാജാവ് ഭൂതലോകത്തെയും മനുഷ്യലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വേര് മുറിച്ചു കളയാൻ വേണ്ടി ഉത്തരവിടുകയാണ്. ഇത് കേട്ട ഭടന്മാരെല്ലാരും കൂടി ചേർന്ന് വേര് കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ അവരുടെ പാതയായിരുന്ന വേര് നശിച്ചു പോകുന്നത് കണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരാനിരുന്ന 2 തലയുള്ള ഭൂതം വേരുകൾ തകർന്നു വീഴുന്നത് കണ്ട് ദേഷ്യത്തിൽ അലറാൻ തുടങ്ങി.